കോടതി വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരെയും അതുപോലെ തന്നെ പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്ക് നേരെയും അതിശക്തമായി തന്നെ ആഞ്ഞടിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അന്നു മുതൽ ഇന്നുവരെ ഹൈക്കോടതിയുടെ മേൽനോട്ടമില്ല എങ്കിൽ ഈ കേസ് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനു മുൻപേ അട്ടിമറിച്ചേനെ എന്നുള്ള ആക്ഷേപം ഏറെ കേട്ടതാണ്. ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഒരു അന്വേഷണം നടന്നാൽ അതുറപ്പായും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ അവസരമായി മാറും. കാരണം ഭരണപക്ഷത്തുണ്ടായിരുന്നവരും ഭരണപക്ഷവുമായി ചേർന്ന് നിൽക്കുന്നവരും അനുഭാവികളും ഒക്കെ തന്നെയാണ് ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് ഇതുവരെ എത്തി നിൽക്കുന്നതും ഇനി എത്തിച്ചേരാനായി പോകുന്നതെന്നുമുള്ള സൂചന കൂടി കിട്ടിയിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, അധികാരത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരുടെ മക്കളും അതുപോലെ അച്ഛനും ഒക്കെ തന്നെ ഇതിൽ പ്രതിയായി മാറുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് നീതിയുക്തമായ ഒരു അന്വേഷണം നടക്കുന്നത്? ഈ സാഹചര്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രം, അതായത് ഇത്രയും കാലം ആരാഞ്ഞ ഒരു ചോദ്യം, എന്തുകൊണ്ട് തന്ത്രിയെ വരെ അറസ്റ്റ് ചെയ്തിട്ടും പത്മകുമാറിനെ വരെ അറസ്റ്റ് ചെയ്തിട്ടും അതിന് തൊട്ടു താഴെയായി നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന വളരെ കരുത്തനായ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തത് SP-യുടെ മകനായതുകൊണ്ടാണോ അതോ ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി ആയതുകൊണ്ടാണോ? ഈ ഒരു ചോദ്യം ഹൈക്കോടതിയിൽ നിന്ന് അലയടിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഏറെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചിത്രം കൂടി പുറത്തു വന്നിരിക്കുന്നത്. എന്നാണോ SIT അന്വേഷണം തുടങ്ങിയത് അന്നു മുതൽ ഇന്ന് വരെ, എന്തിനേറെ പറയുന്നു 24 മണിക്കൂറുകൾക്ക് മുൻപ് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞ് വാർത്ത വന്നെങ്കിൽ പോലും SITയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്ന് വീണ്ടും ICU കിടക്കയിലേക്ക് പോയിരിക്കുകയാണോ ശങ്കരദാസ്? ഈ ഒരു ചോദ്യമാണ് ഉയരുന്നത്. എന്തായിരുന്നാലും ഹൈക്കോടതിക്ക് ഇതൊന്നും തന്നെ കാണേണ്ടതില്ല, കേൾക്കേണ്ടതില്ല. തെറ്റ് ചെയ്തവർ ആര് തന്നെ ആയിരുന്നാലും ശിക്ഷിക്കപ്പെടണം. അക്കാര്യത്തിൽ ഒരു ദയയും ഒരു ദാക്ഷിണ്യവും ആർക്കും തന്നെ കൊടുക്കേണ്ടതില്ല, അതിപ്പോൾ എത്ര ഉന്നതനായിരുന്നാൽ പോലും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അങ്ങനെ വീണ്ടും SITക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത്. ഇതുവരെയുള്ള അറസ്റ്റുമായി ബന്ധപ്പെട്ടും അന്വേഷണവുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ദിവസം തൃപ്തി പ്രകടിപ്പിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ കടുത്ത അതൃപ്തി തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാനായി കഴിഞ്ഞിട്ടില്ല. മറ്റു പ്രതികളെ ഒക്കെ തന്നെ പിടികൂടിയിരിക്കുന്നു. ചോദ്യം ചെയ്യാനായി പോലീസിന് കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം? അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് കേൾക്കാൻ സാധ്യതയുള്ളത്. ഒരാൾ പ്രതി ചേർത്ത അന്നു മുതൽ ഇന്ന് വരെ ആശുപത്രിയിൽ കിടക്കുകയാണ്. സാധാരണ വ്യക്തിയല്ല, അയാളുടെ മകനാകട്ടെ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തെ ഒരു SP കൂടിയാണ്. അതാണ് ആശുപത്രിയിൽ പോയതെന്നാണ് അതിരൂക്ഷമായ വിമർശനം ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞിരിക്കുന്നത്. മുൻപ് പ്രതി ചേർക്കപ്പെട്ട ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴായിരുന്നു ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ 2 അംഗങ്ങൾക്ക് നേരെ എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല എന്ന ചോദ്യം കോടതി എടുത്തു ചോദിച്ചത്. ശങ്കരദാസിന്റെയും വിജയകുമാറിന്റെയും പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു കോടതി ആ ചോദ്യം ഉന്നയിച്ചത്. തൊട്ടു പിന്നാലെ നമ്മൾ കണ്ടിരുന്നു വിജയകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്ന് കീഴടങ്ങുന്ന കാഴ്ച. അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തതല്ല, കീഴടങ്ങുന്ന കാഴ്ച. അത്രയധികം ദയനീയമായ കാഴ്ചകളിലൂടെ തന്നെയായിരുന്നു SIT ആ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയത്. പിന്നീടാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ കാണുന്നത് പോലെ തന്ത്രിയുടെ അറസ്റ്റും കേസ് മറ്റൊരു തലത്തിലേക്ക് പോയതും അതിനിടയിൽ തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതും D-മണിയിലേക്ക് എത്തിച്ചേർന്നതുമൊക്കെ. പക്ഷേ എന്തായിരുന്നാലും ശങ്കരദാസിനെ പ്രതി ചേർത്ത അന്ന് മുതൽ ഇന്ന് വരെ അന്വേഷണ സംഘത്തിന് ശങ്കരദാസിന്റെ അടുത്തേക്ക് എത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കേസെടുത്തതിന് പിന്നാലെ ശങ്കരദാസ് ആശുപത്രിയിൽ പക്ഷാഘാതത്തിനുള്ള ചികിത്സ തേടി. വളരെ പെട്ടെന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു അസുഖം ഉണ്ടായത്? അക്കാര്യത്തിലടക്കം സംശയമാണ് കോടതി പ്രകടിപ്പിക്കുന്നത്. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തൊരു നടപടി ഈ കേസ് അന്വേഷണത്തെ ഒരിക്കലും ശരിയായ ദിശയിലേക്ക് നയിക്കില്ല. ഇതിനെ തന്നെയാണ് പ്രതിപക്ഷമടക്കം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ശങ്കരദാസിന് എത്രത്തോളം CPM-നുള്ളിൽ ഇപ്പോഴും പിടിപാടുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന വിഷയമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജ്വല്ലറി വ്യാപാരി ഗോവർദ്ധൻ അടക്കം 3 പ്രതികളുടെ ജാമ്യ ഹർജിയെ പരിഗണിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഹൈക്കോടതി ഗുരുതരമായ ഈ വിമർശനം ഉയർത്തിക്കാട്ടിയത്. പ്രതികളുടെ ജാമ്യ ഹർജി വിധിക്ക് പറയാനായി പിന്നീട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതുവരെയും ഒരു പ്രതികൾക്കും ജാമ്യം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിനെ ഏറെ ശ്രദ്ധേയമാക്കുന്നത്. 11ഓളം പേരെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം. ഈ സംസ്ഥാനത്ത് എന്ത് അസംബന്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട്
തുറന്നു പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടികളോട് ഒട്ടും തന്നെ യോജിപ്പില്ലെന്നും SITയുടെ നടപടിയെ അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞത്. ശബരിമലയിലെ സ്പോൺസർമാർക്കെതിരെയും ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. KP ശങ്കരദാസ് ആശുപത്രിയിൽ കിടക്കുന്ന ഫോട്ടോ അടക്കമാണ് ഇന്ന് പുറത്തു വന്നത്. അതായത് ശങ്കരദാസിന്റെ അവസ്ഥ അതിഗുരുതരമാണ്, ഏറെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെയാണ്, മരണക്കിടക്കയിലാണ് കിടക്കുന്നതെന്നുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു. ഈ ഒരു വ്യക്തിയാണോ ഇത്രയും രോഗിയായ, ഏറെ വാർദ്ധക്യത്തിന്റെ അവശതയിലൂടെ കടന്നു പോകുന്ന, ഏറെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് SIT അറസ്റ്റ് ചെയ്യുക എന്നുള്ള ചോദ്യങ്ങൾ ഇടത് ഹാൻഡിലുകൾ ഉയർത്തിക്കഴിഞ്ഞു. ഇങ്ങനെ ഒരു മനുഷ്യനെ ഈ പ്രായത്തിൽ വേട്ടയാടരുത് എന്നതടക്കമാണ് അതിന് വരുന്ന കമന്റുകളും. എന്നാൽ ഹൈക്കോടതിയുടെ കണ്ണിൽ, നിയമത്തിന്റെ കണ്ണിൽ തെറ്റ് ചെയ്തവർ അതാരായിരുന്നാലും ഒരിക്കലും രക്ഷപ്പെടാൻ പാടുള്ളതല്ല. അവരെ കൃത്യമായി തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. ചെറിയ ഇരയിട്ട് വലിയ മീനിനെ പിടിക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായിട്ടുള്ള സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, അതുപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള A. പത്മകുമാർ, മുരാരി ബാബു എന്നീ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയുടെ വാദമായിരുന്നു ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത്. ഇതിനിടയിൽ തന്നെ ഗുരുതരമായ വിമർശനം അത് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയെ വീണ്ടും ചോദ്യവിധേയമാക്കിയിരിക്കുന്നു, സത്യസന്ധതയെ ചോദ്യം ചെയ്തിരിക്കുന്നു. അവർ ചങ്ങലകൾക്കുള്ളിലാണെന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് കൂടുതൽ ആക്കം പകരുന്നതാണ്. നേരത്തെ SITയുടെ നടപടിയെ വിമർശിച്ച അതേ ദേവസ്വം ബെഞ്ച് തന്നെയാണ് ഇപ്പോൾ ശങ്കരദാസിന്റെ അറസ്റ്റ് ഉണ്ടാകാത്തതിലുള്ള രൂക്ഷ വിമർശനവും ചൂണ്ടിക്കാട്ടിയത്. ഒരു തരത്തിലും ഇത്തരം കാര്യങ്ങൾ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇക്കാര്യത്തിൽ തികഞ്ഞ ഉദാസീനത കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. SITയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു എന്നുള്ളത് തുറന്നു പറയുകയാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്നുള്ള വാദങ്ങളടക്കം പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും കോടതിയിൽ ഉണ്ടായെങ്കിൽ പോലും ഇതൊന്നും അങ്ങനെ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് തന്നെയാണ് കോടതി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. എല്ലാ കുറ്റവും എല്ലാ കാര്യവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ ഏൽപ്പിക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ദേവസ്വം ബോർഡും അതിനൊരു പ്രസിഡന്റും മറ്റ് മെമ്പർമാരും? ഇങ്ങനെയുള്ള ചോദ്യമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വകുപ്പിന്റെ തന്നെ ആവശ്യം വരുന്നില്ലല്ലോ എന്നുള്ള വിഷയവും ഉയർന്നു കേൾക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ മുൻ മന്ത്രിയിലേക്കും അന്വേഷണം എത്തിച്ചേരണമെന്നുള്ളത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതിൽ എന്ത് നടപടിയാണ് ഇനി സ്വീകരിക്കുക എന്ന ചോദ്യം അടക്കം നിലനിൽക്കുന്നുണ്ട്. ശബരിമലയിലെ ശ്രീകോവിൽ വാതിൽ സ്വർണം പൂശിയത് താനാണെന്നാണ് ഗോവർദ്ധൻ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. 35 ലക്ഷം രൂപ ചിലവാക്കിയാണ് താൻ അങ്ങനെ ഒരു നീക്കമെന്ന് നടത്തിയത്. അയ്യപ്പ ഭക്തനാണ് താൻ, വാറണ്ടി രേഖകൾ അടക്കം തൻ്റെ പക്കലുണ്ട്. അങ്ങനെ വരുമ്പോൾ അയ്യപ്പന്റെ സ്വർണം താൻ എന്തിനു കക്കണം എന്ന ചോദ്യമാണ് ഗോവർദ്ധൻ അവിടെ വാദിക്കാൻ വേണ്ടി ഉയർത്തിയിരിക്കുന്നത്. ജാമ്യഹർജിയിൽ വാദം കേട്ട ഹൈക്കോടതി ആകട്ടെ ഈ വിധി പറയാൻ മാറ്റിവെക്കുകയും ചെയ്തു. എന്തായിരുന്നാലും ശങ്കരദാസിന്റെ വിഷയം തന്നെയാണ് ഇന്ന് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. 24 മണിക്കൂർ നേരം തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, ജയിലിലേക്ക് കൊണ്ടുവന്നു. അന്ന് രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് അദ്ദേഹം ഭക്ഷണം പോലും കൃത്യസമയത്ത് കഴിക്കാതെ, രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും പ്രമേഹ രോഗമുള്ളതുകൊണ്ടും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അലട്ടുന്നതുകൊണ്ടും പിറ്റേ ദിവസം രാവിലെ ഏറെ ഗുരുതരമാണെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. അതനുസരിച്ച് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അവിടെ നിന്നും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിലെ ഒബ്സർവേഷന് ശേഷം പിന്നീട് വീണ്ടും ജയിലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. എന്നിരുന്നാൽ പോലും തന്ത്രിയെ വേട്ടയാടിയതാണോ എന്നുള്ള ചോദ്യമടക്കം ഇന്ന് അലയടിക്കുന്നുണ്ട്. മന്ത്രിയെ രക്ഷിക്കാനായി തന്ത്രിയെ കുടുക്കി എന്നാണ് BJP നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഈ അവസരത്തിൽ ആരോപിക്കുന്നത്. തന്ത്രിയിലേക്ക് എത്താമെങ്കിൽ എന്തുകൊണ്ട് മന്ത്രിയിലേക്ക് എത്തുന്നില്ല എന്ന ചോദ്യമടക്കം ഉയരുന്നുണ്ട്. എന്തായിരുന്നാലും ശങ്കരദാസ് ഇപ്പോൾ ബോധം പോലുമില്ലാതെ അബോധാവസ്ഥയിൽ ആശുപത്രിയിലാണെന്നാണ് പ്രതിഭാഗം ഇന്ന് കൊല്ലം പ്രിൻസിപ്പൽ കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള പ്രതിയെ ഒരു തരത്തിലും ചോദ്യം ചെയ്യാനായി കഴിയില്ല. അത് ആ പ്രതിയോട് കാട്ടുന്ന അനീതിയാണ് എന്നടക്കമുള്ള വിഷയങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മെഡിക്കൽ ICUവിൽ കിടക്കുന്ന ചിത്രങ്ങളടക്കമാണ് ഹാജരാക്കിയത്. പ്രതിഭാഗത്തിന്റെ വാദം എന്തായിരുന്നാലും കേട്ടിട്ടുണ്ട്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്തായിരുന്നാലും വിശദമായ വാദം ഇനി ജനുവരി 14 നമുക്ക് അറിയാനായി കഴിയുന്നത്. കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. SIT നിലവിൽ ശേഖരിച്ചിട്ടുള്ള മെഡിക്കൽ രേഖകൾ 14-ാം തീയതി കോടതിയിൽ കൃത്യമായി ഹാജരാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. A. പത്മകുമാർ പ്രസിഡന്റായിരുന്ന ബോർഡിൽ അംഗം കൂടിയായിരുന്നു ശങ്കരദാസ്. മറ്റൊരു ബോർഡ് അംഗമായിട്ടുള്ള N. വിജയകുമാർ SITയുടെ അറസ്റ്റിലായിട്ടുണ്ട്.